എന്നെ വിളിച്ചതെല്ലാം പറയുന്നുണ്ട്. ഇവൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഡോക്ടർ തന്നെ പറഞ്ഞ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവരുടെ ദുബായിലെ ആശുപത്രിയിൽ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടായതാ പോലും. ഡോക്ടർമാർ പേടിച്ച് ഓടി, ഈ നേഴ്സുമാർ ഓടി. ഈ മരിച്ചയാളിങ്ങനെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മക്കൾ ഇറങ്ങി ഓടി, കൈ കുത്തി അവനിങ്ങനെ ഏറ്റിരുന്നേച്ച് കണ്ണ് രണ്ട് പോയി. 4 വർഷമായി. പിന്നെ ഒരു മോനും മോളും ഉണ്ട്. മോളെ കെട്ടിച്ചു, മോൻ കല്യാണം കഴിച്ചു. ഞാൻ കണ്ണൂർ ജില്ലയിൽ, എൻ്റെ പേര് ഷേർലി തോമസ് എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ മടപ്പുരച്ചാലിൽ നിന്ന് വരുവാണ്. പിന്നെ എനിക്ക് 2 മക്കളാണുള്ളത്. പിന്നെ എനിക്ക് ഭർത്താവ് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി, 4 വർഷമായി. പിന്നെ ഒരു മോനും മോളും ഉണ്ട്. മോളെ കെട്ടിച്ചു, മോൻ കല്യാണം കഴിച്ചു. അങ്ങനെ മോന് പപ്പ മരിക്കുമ്പോൾ അവന് ഖത്തറിലായിരുന്നു. പിന്നെ അവൻ ഇങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് എൻ്റെ മോൻ പഠിച്ചത്. അത് കഴിഞ്ഞ് അവന് വന്ന് ഞങ്ങളൊരു ചെറിയ തട്ടുകടയൊക്കെ ഇട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ കൊറോണ വന്നു. കൊറോണ സമയത്ത് പിന്നെ അതെല്ലാം അടച്ചു പൂട്ടി. അത് കഴിഞ്ഞ് മോന് ജീവിക്കാനായി പല പണിയെടുത്തു, ഒന്നും നടന്നില്ല. പിന്നെ അവന് ദുബായിക്ക് പോയി. 9 മാസം അവിടെ ജോലി നോക്കി. ഹോട്ടൽ മാനേജ്മെൻറ്റ് ഷെഫായിട്ട് ജോലി നോക്കി. 9 മാസം കഴിഞ്ഞപ്പം അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇവനെ ഉപദ്രവിച്ചു. ഇവനിട്ട് കുത്തുവാണ് ചെയ്തത്. ഇവനിട്ട് പിന്നെ എന്തോ അവൻ്റെ പുതിയതായിട്ട് വന്ന ഒരാളായിരുന്നു. 2 ദിവസമായിരുന്നുള്ളൂ പുള്ളി വന്നിട്ട്. അപ്പോൾ മാനേജരും MDയും പറഞ്ഞു ആ പുള്ളിയോട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇവനെ സംശയം എന്തോ തോന്നി. ഇവനും കൂടി പറഞ്ഞിട്ടാണോ പുള്ളിക്ക് എന്തോ സംശയം തോന്നി. പുള്ളി കിച്ചണിൽ വന്നിട്ട് എൻ്റെ മോനെ കുത്തി പിന്നെ വീണു. നല്ല പരിക്കായിരുന്നു, കൈ മുറിഞ്ഞു. പുറകിൽ കുത്തിപ്പാവൻ വീണ് ചോരയെ കുളിച്ച് കിടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് അവിടുന്ന് ആൾ വന്ന് എല്ലാവരും ഓടി വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി പോണ വഴിക്ക് തന്നെ പുള്ളിയുടെ മെയിൻ ഞരമ്പാണ് പുള്ളിയുടെ മുറിഞ്ഞത്. എല്ലായിടത്തൂടെയും ഉള്ള രക്ത ഓട്ടം നിന്നു, എല്ലാം നിലച്ചു. പുള്ളി മെയിൻ ഞരമ്പ് കിഡ്നിയിലോട്ട് പിന്നെ ഹാർട്ടിലോട്ടൊക്കെ ഉള്ള ഞരമ്പ് മുറിഞ്ഞ് രക്തോട്ടം നിന്ന് പുള്ളിക്ക് ബോധമൊന്നുമില്ല. പുള്ളി ലാസ്റ്റ് എൻ്റെ ദൈവമേ എന്നെ കാത്തോളണേന്ന് പറഞ്ഞ് ആശുപത്രി കൊണ്ടുപോകുന്ന വഴിക്ക് അവന് 5.5 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്, ഞാനും ഉള്ള അവന്. വേറെ ഭാര്യയുണ്ട്, ഭാര്യ ദുബായി തന്നെ ഉണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ആശുപത്രി കയറ്റി ഓപ്പറേഷൻ ചെയ്യാൻ നേരത്ത് പുള്ളിക്ക് അറ്റാക്ക് ഉണ്ടായി. അതോടുകൂടി ഡോക്ടർ പറഞ്ഞു തീർത്തു പോയി എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചിറക്കി, വെൻറ്റിലേറ്ററിൽ നിന്ന് തിരിച്ചിറക്കി. പിന്നെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നും കൂടി പരിശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ സംഭവമൊന്നും അറിയുന്നില്ല. ഞാൻ പിന്നീടാണ് നാട്ടിൽ ഈ സംഭവം അറിയണത്. ആദ്യം എന്നെ അറിയിച്ചൊന്നുമില്ല. പിന്നീടാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം ഇവർ പറയണത്. അറിഞ്ഞു കഴിഞ്ഞപ്പം ഫെബ്രുവരി 3-ാം തീയതിയാണ് അവന് ഈ അബദ്ധം പറ്റുന്നത്, കുത്തുകൊള്ളുന്നത്. അത് കഴിഞ്ഞ് ഞാൻ 15-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് അപ്പോൾ 15 ദിവസമായി ഇവന് കുത്തുകൊണ്ടിട്ട്. 15 ദിവസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പള്ളിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് കരഞ്ഞ് ഞാൻ അപേക്ഷിച്ച് എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തരണേ, എൻ്റെ മോൻ്റെ ജീവൻ എനിക്ക് തരണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം എനിക്കിവിടെ വിവരം കിട്ടി, എൻ്റെ മോന് സംസാരിച്ചെന്ന് എനിക്ക് വിവരം കിട്ടി. പിന്നീട് അങ്ങോട്ട് സീരിയസ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം സീരിയസ്. ഏത് സമയം ഞാൻ 1.5 മാസം ഭക്ഷണം പോലും കഴിക്കാണ്ട് ഈ മാതാവിൻ്റെ രൂപം കൈപ്പിടിച്ച് ഒരേ പ്രാർത്ഥന. ഞാൻ നാട്ടിലല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ അവൻ്റെ ഭാര്യയുണ്ട് പിന്നെ ദുബായിൽ. പിന്നെ എൻ്റെ സ്വന്തം മോളെ കുവൈറ്റിലാണുള്ളത്, അവളും ദുബായിക്ക് പോയി. ഇപ്പം ഇവർ 2 പേരും ഇവൻ്റെ കൂടെ ഉണ്ട്. ഇവൻ വെൻറ്റിലേറ്റർ തന്നെയാണ്. ഇവൻ ഒരു പ്രവർത്തനവും ഇല്ല, ഇവൻ്റെ പ്രവർത്തനങ്ങൾ മൊത്തം നിലച്ചു. മെഷീനിലാണ് ഇവൻ ശ്വാസം എടുക്കുന്നത്, വേറെ ഒരു ബോധമൊന്നുമില്ല. സർജറി ചെയ്തോ? സർജറി ആദ്യത്തെ സർജറിക്ക് ഇവന് അറ്റാക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ കയറ്റി.
പിന്നെ സർജറി ചെയ്തു, 19 സർജറി ചെയ്തു, 19 എണ്ണം. അതിൽ 6 എണ്ണം സീരിയസ് ആയിരുന്നു. അങ്ങനെ 19 സർജറി കഴിഞ്ഞു. മാർച്ച് എപ്പോഴും മരിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത്. പോയി എന്ന് എപ്പോഴും കേൾക്കുന്നുണ്ട്. എന്നാലും ഞാൻ കൃപാസന മാതാവിനെ വിട്ടില്ല. കൈ പിടിച്ച് ആശീർവാദം കൈ പിടിച്ച് എൻ്റെ മോൻ തിരിച്ചു വരുമെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തോട് അതുപോലെ പ്രാർത്ഥിച്ചു, വീണ് കിടന്നും പ്രാർത്ഥിച്ചു, ചങ്കുപൊട്ടി പട്ടിണി കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ അവന് കൊല്ലാൻ തന്നെ കുത്തിയതാണ്. കുത്തിയിട്ട് അവൻ കത്തി തിരിച്ചു കളഞ്ഞു, തിരിച്ചെടുത്തു. ദുബായിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു ഇവൻ കുത്തു പഠിച്ചിട്ട് കയറി വന്നവനാന്ന് പറഞ്ഞു. 2 ദിവസമായുള്ള അവനവിടെ വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട് മരിച്ചു എന്ന്. പിന്നെ ലാസ്റ്റ് കഴിഞ്ഞ മാർച്ച് മാസം 17-ാം തീയതി എൻ്റെ മോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇത്രയും ദിവസം പറഞ്ഞ പോലെയല്ല ചേട്ടായി കൈവിട്ട് പോയി മമ്മീന്ന് പറഞ്ഞു. ഞാനന്ന് കൈവിട്ട് പോയെന്ന് പറഞ്ഞിട്ടും ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിൽ നിന്ന് വെച്ചില്ല. ഈ രൂപം പിടിച്ച് ഞാൻ ഉരുണ്ട് കിടന്ന് ഞാൻ കരഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം കരച്ചിൽ. അങ്ങനെ ഇവൻ മരിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതി. അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ പറഞ്ഞ് എന്നെ അറിയിച്ചു, വീട്ടുകാരെ അറിയിച്ചു. ഡോക്ടർ വന്ന് വെള്ള തുണിയിട്ട് ഇവനെ മൂടി പുതപ്പിച്ച് ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. പെങ്ങളും അടുത്തുണ്ട്, സ്വന്തം ഭാര്യ അടുത്തുണ്ട്. സ്വന്തം ഭാര്യ വന്ന് കണ്ണിങ്ങനെ മിഴിച്ച് നോക്കിയപ്പം കൃഷ്ണമണി കാണുന്നില്ല. ഈ വെള്ളം ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്, ശരിക്കും തൂങ്ങിക്കിടക്കുക 2 കണ്ണിൽ. പോയി എന്നെല്ലാവരും ഇത് എഴുതി. മേലൊക്കെ നീര് വെച്ച് കറുപ്പ് കളറായി. പിന്നെ ശരിക്കും പോയി. എന്നാലും ഞാൻ മാതാവിൻ്റെ രൂപം കയ്യിൽ നിന്ന് ഞാൻ വിട്ടില്ല. ഇത് ഒരേ പ്രാർത്ഥന, കൃപാസമാധാനം വിളിച്ച് തന്നെ പ്രാർത്ഥിക്കുവാണ്. മരിച്ചാലും വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഞാൻ വെച്ചു. അങ്ങനെ മരിച്ചു ഡോക്ടർമാരും വിധി എഴുതി. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, സ്വന്തം മോള് പറഞ്ഞു, എൻ്റെ ഡോക്ടറെ ഞങ്ങൾക്ക് ഇവനെ തരണം, ഞങ്ങൾക്ക് ഇവനെ തരാണ്ട് ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു പോയാലെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു ഞാൻ 1 മാസമായി അവനെ ചികിത്സിക്കാൻ തുടങ്ങിയിട്ട്, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, പോയത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇവർ ഈ മോനിറ്ററെ നോക്കി ഇരിപ്പുണ്ട്. അപ്പോൾ 0 വന്നു, എല്ലാം പോയി. ശരി പോയി എന്ന് ഓർത്ത്. അപ്പോൾ എൻ്റെ സ്വന്തം മോൾ ഇവൻ്റെ കാലെ 2ലും പിടിച്ച് വലിച്ചേച്ച് പറഞ്ഞ് ചേട്ടായി നീ പോകരുതടാ, നമ്മുടെ പപ്പയുടെ കൂടെ പോകരുത്, പപ്പ മരിച്ചു പോയി, പോകരുത്, നിൻ്റെ അമ്മയ്ക്കും കൊച്ചിനും ആരും ഇല്ലടാ, എഴുന്നേക്കടാന്ന് പറഞ്ഞു. ഇവൻ കാലെ പിടിച്ച് എൻ്റെ മോള് പിടിച്ച് വലിച്ചപ്പോൾ ഇവൻ മരിച്ചവൻ ഈ മൂടിൽ തുണി മാറ്റിയിട്ട് ഇവൻ 2 കൈയും കൂത്തി ചാടി ഇങ്ങ് ഏറ്റു കഴിഞ്ഞപ്പം കൃപാസന ഉള്ള സംഭവമാണ് ഇത്, ഉണ്ടായ സംഭവം ഇത്. എൻ്റെ മക്കൾ കണ്ടുകൊണ്ട് നിൽക്കുക, ഭാര്യ ബോധം കെട്ട് വീണ്, സ്വന്തം മോള് കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ എന്നെ വിളിച്ചതെല്ലാം പറയുന്നുണ്ട്. ഇവൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഡോക്ടർ തന്നെ പറഞ്ഞ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവരുടെ ദുബായിലെ ആശുപത്രിയിൽ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടായതാ പോലും. ഡോക്ടർമാർ പേടിച്ച് ഓടി, ഈ നേഴ്സുമാർ ഓടി. ഈ മരിച്ചയാളിങ്ങനെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മക്കൾ ഇറങ്ങി ഓടി. കൈ കുത്തി അവനിങ്ങനെ ഏറ്റിരുന്നേച്ച് കണ്ണ് 2 ഇങ്ങനെ വലിച്ച് തുറക്കുവാന്നാണ് പറഞ്ഞത്. അവർ കണ്ടോണ്ടിരിക്കണ കാര്യമാണെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം വിളിച്ചറിയുന്നുണ്ട്. അപ്പം ഇവൻ ഏറ്റിരുന്നിട്ട് കണ്ണെല്ലാം വലിച്ചിങ്ങനെ തുറന്നു വെച്ച് അവിടെ കിടന്നെന്ന് പറഞ്ഞു. ഡോക്ടർ ഓടി വന്നുവെച്ച് പിടിച്ച് കിടത്തി. ആദ്യം ഡോക്ടർമാർ കരഞ്ഞോണ്ട് ഇറങ്ങി ഓടി. വന്നിട്ട് പിടിച്ച് കിടത്തി. ആ മൂക്കിക്കടയും വായിക്കടയും ബ്ലഡായിരുന്നു അന്ന് വന്നത്. അങ്ങനെയാണ് അവൻ മരിച്ചു എന്ന് അവർ പറഞ്ഞത്. ഇവന് കൈ കുത്തി ചാടി ഇങ്ങനെ ഏറ്റപ്പം ഈ ബ്ലഡിൻ്റെ വരവ് അവിടെ നിന്നു. പിന്നെ ഡോക്ടർമാർ മരുന്ന് കൊടുക്കാൻ തുടങ്ങി. ശരിക്കും മരിച്ചതാണ് അവൻ. ഈ ഇതിൽ മോണിറ്ററിൽ നോക്കുമ്പോൾ 0 മാത്രമേ കാണിക്കുന്നുള്ളൂ, 0യും ഇല്ലെന്നോ. ലാസ്റ്റ് വരുമ്പോൾ ഒന്നുമില്ലാണ്ടായി. അങ്ങനെ അവന് കൈ കുത്തി അവൻ എഴുന്നേറ്റ് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം അവൻ പയ്യെ സംസാരിക്കാൻ തുടങ്ങി. ഡോക്ടർക്കൊരു അതിശയം എന്ന് പറഞ്ഞാൽ അന്നേരം പറഞ്ഞു മോനെ നീ ദൈവത്തിൻ്റെ പുത്രനാന്ന്. അപ്പം ഭാര്യ ബോധം കെട്ട് കിടക്കുക. എന്നിട്ട് അവൾ കാണുന്നുണ്ട് കൃപാസന മാതാവ് ഇവൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്, ഈശോയും വന്ന് നിൽപ്പുണ്ട്. എൻ്റെ ഇച്ചായനെ തൊടണേ മാതാവേ, എൻ്റെ ഇച്ചായനെ തൊടണേ എന്ന് പറഞ്ഞു. ഇവൾ വലിയ കാറിയെന്ന് പറഞ്ഞു. മാതാവ് അവനെ ശരിക്കും എഴുന്നേൽപ്പിച്ചതാണ് അവൻ, അല്ലെങ്കിൽ അവൻ ഇന്നുണ്ടാകുകയില്ല. അങ്ങനെ അവന് പിന്നെ ഒരാഴ്ചയും കൂടെ വെന്റിലേറ്ററിൽ കിടന്ന് വാർഡിലോട്ട് മാറ്റി. ഇന്ന് അവൻ എൻ്റെ കൂടെ ഉണ്ട്, വന്നിട്ടില്ല, വരാൻ പറ്റിയല്ല. അവന് ദുബായിൽ നിന്ന് ഇപ്പോൾ വന്നിട്ട് 1 മാസമായി. ശരിക്കും ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തന്നാൽ മതി, ജീവനോടെ തന്നാൽ മതി, വീട്ടിലൊരാളായിട്ട് എനിക്ക് ഇരുന്നാൽ മതി, എനിക്ക് വേറെ ആരുമില്ല. എൻ്റെ ഭർത്താവ്
4 കൊല്ലമായി മരിച്ചിട്ട്. ആക്സിഡൻറ്റ് വന്ന്. പിന്നെ ഇവൻ മാത്രമേ ഉള്ളൂ എനിക്ക്. എന്താ എന്നെ ദൈവം എന്നെ മാതാവ് എന്നെ കൈവിട്ടില്ല. ഉറപ്പായിട്ടും കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ച ദൈവം, നമ്മൾ നെഞ്ച് പൊട്ടി പ്രാർത്ഥിച്ച ദൈവം തരാതിരിക്കുകയല്ല. കാരണം എനിക്ക് അനുഭവമായിപ്പോയി. എൻ്റെ കൊച്ച് തിരിച്ചു വന്നത് 3 പ്രാവശ്യം മരിച്ചെന്ന് ഞാൻ അറിഞ്ഞു. ഇത് 3ാമത്തെ പ്രാവശ്യം ഉറപ്പായിട്ടും മരിച്ചെന്ന് എന്നോട് ഇവർ പറഞ്ഞതാ. ഇത്രയും നാളത്തെ പോലെയല്ല മമ്മി, ചേട്ടായി കൈവിട്ട് പോയി എന്ന് പറഞ്ഞ്. എന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ മോനെ എനിക്ക് ദൈവം തിരിച്ചു തന്നു. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുണ്ട്. അങ്ങനെ കുറേ ഇനി പറയാനൊക്കെ ഉണ്ട്. ഒത്തിരി പട്ടിണിയും പഞ്ഞവും കിടന്നിട്ടാണ് അവൻ പോയത്. അമ്മേനെ പോറ്റാൻ തൊഴിലുറപ്പിന് വരെ എൻ്റെ മോൻ പോയി കഷ്ടപ്പെട്ട്. എന്നിട്ടാണ് ഇവൻ ദുബായിക്ക് കയറിപ്പോയത്. എന്നെ ഇട്ടിട്ട് പോയാലെന്ന് പറഞ്ഞതാണ്. ഞാനും അവൻ്റെ 5.5 വയസ്സുള്ള ഒരു കൊച്ചും ഞങ്ങൾ തന്നെയാണ് 9 മാസം എൻ്റെ വീട്ടിൽ താമസിച്ചത്. അങ്ങനെ നിവൃത്തിയില്ലാണ്ട് അവൻ കയറിപ്പോയതാണ്. അപ്പനും ഇല്ല, അമ്മേനും എല്ലാവരും പോറ്റാൻ വേണ്ടി പോയ പോരിച്ചാണ്. ദൈവം എൻ്റെ മോനെ ജീവനോടെ തിരിച്ചു തന്നു. കുറേ കടമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വീട്ടാനാണ് പുള്ളി പോയത്. ഒന്നും വീട്ടാൻ പറ്റിയില്ല. വേണ്ട, മാതാവ് വീട്ടിക്കോളൂ എൻ്റെ കടം. പക്ഷേ എൻ്റെ കൊച്ചിനെ എനിക്ക് ജീവനോടെ മാതാവ് തിരിച്ചു തന്നു. അതെനിക്ക് ഇവിടെ വന്ന് പറയണമെന്നുണ്ടായിരുന്നു. ശരിക്കും കൃപാസന മാതാവ് ഇറങ്ങി വന്ന് അവനെ തൊട്ടതാ, യാതൊരു സംശയമില്ല. ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ചേച്ചി എങ്ങനെയാണ് ഉപയോഗിച്ചത് മകന് വേണ്ടിയിട്ട്? ഇവിടുന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയിട്ട് ചേച്ചി ഉപയോഗിച്ചോ മകന് വേണ്ടിയിട്ട്? ഞാൻ ഉപയോഗിച്ചു, ഞാൻ വീട്ടിൽ ഉപയോഗിച്ചു. പക്ഷേ എൻ്റെ അവിടെ നിന്ന് പിന്നെ ഇവിടെ ദുബായിൽ നിന്ന് ഇവിടെ വരുമ്പോൾ വന്ന സിസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു, നേഴ്സുമാർ. അവർ പിന്നെ കാശ് രൂപം കൊന്തയൊക്കെ അവൻ്റെ ഭാര്യയുടെ കയ്യിലും പെങ്ങളുടെ കയ്യിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരിവിടെ വന്നിട്ട് അവിടെ പോയതാണ്, ദുബായിക്ക് പോയതാണ്. അവരതെല്ലാം കൊടുത്ത് ഇവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. എന്നിട്ട് എനിക്ക് ഇവിടെ തന്നെ തൈലമൊക്കെ അവന് വേണ്ടി തന്നെ ഞാൻ തന്നെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തു. എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. ഇവർ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മകന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറ്. ഞാൻ ലാസ്റ്റ് ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ജീവൻ എടുത്തോ, എനിക്ക് ഇത്രയും പ്രായം, എൻ്റെ ജീവൻ എടുത്തോ, എൻ്റെ കൊച്ചിനെ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. എന്തായാലും മാതാവ് കേട്ടത്. ഇന്നെൻ്റെ കൊച്ചു വീട്ടിലുണ്ടത് ഉള്ള സംഭവം. നിങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾ നോക്കിക്കോ, ഉള്ള സംഭവം. എൻ്റെ കൊച്ചിനെ കാണാൻ വീട്ടിൽ വന്നാൽ ഇപ്പം അവനെ കൊണ്ടുവരാൻ പറ്റൂല എന്നിട്ടാണ് ഞാൻ കൊണ്ടുവരാത്ത. ഇപ്പം നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ചെറുതായിട്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ ചെറിയ ഭക്ഷണങ്ങൾ കഴിക്കത്തുള്ളൂ. എല്ലാം അരച്ചും പിടിച്ചൊക്കെ കഴിക്കത്തുള്ളൂ. കാരണം കുടലെല്ലാം മുറിഞ്ഞു പോയതാണ്. അതൊക്കെ തുന്നി വെച്ചേക്കാണ്. 19 സർജൻ അകത്തുള്ളത്. പിന്നെ ഇവിടെ എല്ലാം കീറി മുറിച്ച് അവർ ഡോക്ടർമാർ ബ്ലഡ് കൊടുത്തത് മൊത്തം ബ്ലഡും ഇവൻ്റെ പോയി. ബ്ലഡ് കൊടുത്തത് കയ്യെ കൂടെ കയറാൻ ബുദ്ധിമുട്ടായിട്ട് ഈ കഴുത്തിനാണ് തുളയിട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാം ബ്ലഡ് കൊടുത്തതും ഒക്കെ പല പ്രാവശ്യം ബ്ലഡ് കൊടുത്തിട്ടും ബ്ലഡ് നിലച്ചു പോയി, കട്ട കെട്ടിപ്പോയി. എന്നിട്ട് ഇവിടെയെല്ലാം കീറി. അത് അന്നേരമൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ 1.5 മാസം ഞാൻ പട്ടിണി കിടന്നു, കട്ടൻ ചായ മാത്രം കുടിച്ചിട്ട് കിടന്നത്. ഇപ്പം എൻ്റെ മോൻ വന്നേ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. ഉള്ള സംഭവം ഇത്. എനിക്ക് ദൈവത്തിനോട് എന്തേലും നന്ദി പറഞ്ഞാലും തീരെയല്ല. എല്ലാവരും പ്രാർത്ഥിച്ചവരോടൊക്കെ നന്ദി. അറിഞ്ഞോര് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവസാനം ഡോക്ടർമാർ പേരിട്ട് ദൈവത്തിൻ്റെ പുത്രനാ നീ. ദുബായിലെ ഡോക്ടർമാർ ഞങ്ങളുടെ സാമർത്ഥ്യം കൊണ്ടല്ല, നിനക്ക് ദൈവമാണ്, ദൈവത്തിൻ്റെ പുത്രനാ നീ എന്നും പറഞ്ഞ എല്ലാ ഡോക്ടർമാരും ഡിസ്ചാർജ് ചെയ്ത് പോന്നപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. കാരണം അവരുടെ ചരിത്രത്തിലാകെ ആശുപത്രിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഇങ്ങനെയൊരു രോഗി അവിടെ വന്നിട്ട് രക്ഷപ്പെടുന്നത്. അത് ശരിക്കും കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്, യാതൊരു സംശയമില്ല. പ്രാർത്ഥന അത് ഒരിക്കലും ഞാൻ മറക്കൂല. അതിന് ഓടി ഇവിടെ വന്ന് എനിക്കിന്ന് ഇവിടെ നിർബന്ധമായിട്ടും പറയണമെന്നുണ്ടായിരുന്നു. പറയാൻ വന്ന് അവനെ കൊണ്ടുവരാൻ പറ്റിയില്ല. അവനെ അത്രയും ദൂരെ യാത്ര ചെയ്തില്ല. എന്നെ കൊണ്ടുവരും ഞാൻ അവനെ. അങ്ങനെയാണ് എൻ്റെ മോൻ്റെ കാര്യങ്ങൾ. അതിന് ഒത്തിരി നന്ദി ദൈവത്തോട്, മാതാവിനോട് കുറേ നന്ദിയുണ്ട്. എത്ര പറഞ്ഞാലും തീരൂല്ല. മരിച്ച ലാസറിൻ്റെ കുഴിമാടത്തിങ്കൽ വന്ന് ദൈവപുത്രനായ ഈശോ പറയുന്നുണ്ട്, ലാസറെ പുറത്തു വരിക. നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യം വെള്ള തുണി കൊണ്ട് മൂടി മരിച്ച് പുറകിൽ നിന്ന് തലയിണയും മാറ്റി എന്നാണ് ചേച്ചി എന്നോട് പറഞ്ഞത്, അല്ലേ ചേച്ചി? അപ്പോൾ അങ്ങനെ മരിച്ച് കഴിഞ്ഞ മനുഷ്യൻ എന്ന് എല്ലാവരും വിധി എഴുതി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഉയിർത്തെഴുന്നേൽപ്പാണ് ഇപ്പോൾ നാം സാക്ഷ്യത്തിലൂടെ കേട്ടത്. അപ്പോൾ സത്യദൈവം
എങ്ങനെയാണ് ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. മരിച്ച ലാസറിൻ്റെ സഹോദരി പറയുന്നുണ്ട്, ഇപ്പോൾ ശരീരം അഴിഞ്ഞിരിക്കും, ദുർഗന്ധം വമിക്കുന്നുണ്ടാകും കർത്താവേ എന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, നീ വിശ്വസിച്ചാൽ മാത്രം മതി എന്ന്, ദൈവമഹത്വം ദർശിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇവിടെ ഈ അമ്മ മകൻ കൈവിട്ടു പോയി എന്ന് അവിടുന്ന് വിളിച്ചു പറയുമ്പോഴും അമ്മ കൃപാസന മാതാവിൻ്റെ രൂപം കെട്ടിപ്പിടിച്ചുകൊണ്ട്, കാശ് രൂപം കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് കിടന്ന് കരയുകയാണ്, അമ്മേ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം, അമ്മയ്ക്ക് മാത്രമേ കഴിയൂ എന്ന്. ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ എങ്ങനെ ഈ അമ്മ സ്വന്തം മകൻ്റെ ശരീരമാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ ദേഹത്ത് തന്നെയാണ് അമ്മ കുരിശു വരച്ച് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കുമെന്നാണ് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 10-ാം തിരുവചനം പറയുക. നാം കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളാണ്. ജീവനുള്ള പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യങ്ങളാണ്. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് കാനായിലെ കല്യാണ വിരുന്നിൽ ആ വീടിൻ്റെ അവരുടെ അപമാനമാകാവുന്ന അവരുടെ ആ പ്രശ്നത്തെ, അവരുടെ അഭിമാന പ്രശ്നത്തെ അമ്മ എങ്ങനെയാണ് തൻ്റെ പുത്രൻ മഹത്വപ്പെടുന്നതിന് വേണ്ടി അമ്മ ആദ്യത്തെ അത്ഭുതം പുത്രൻ്റെ മാധ്യസ്ഥം തേടി അവിടെ നടക്കുക. അതേ രീതിയിലുള്ള ഓരോ അത്ഭുത സാക്ഷ്യങ്ങളാണ് നാം കേൾക്കുക. അപ്പോൾ നാം എല്ലാം ഡീറ്റെയിൽസായിട്ട് കേട്ടതാണ്, ഇനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് സത്യദൈവത്തോടാണ് നാം വാക്ക് കൊടുക്കുന്നത് ഉടമ്പടിയിൽ. ഈ അമ്മ തൻ്റെ മകൻ അവിടെ ആ വെന്റിലേറ്ററിലും ICUയിലും ഒക്കെ ആയിട്ട് കിടക്കുമ്പോഴും ഈ അമ്മ പരാതി പറഞ്ഞ് അല്ലെങ്കിൽ നിരാശപ്പെട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ പോയിരിക്കുകയല്ല ചെയ്യുന്നത്. കുമ്പസാരിച്ചു, 2 ആഴ്ചയിൽ കുമ്പസാരം, വിശുദ്ധ കുർബാനയ്ക്ക് എന്നും പോകുന്നു, 1.5 മാസമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങളെ കഴിക്കുന്നില്ല, ഒരു ചായ മാത്രം കുടിക്കുന്നു എന്നാണ് ചേച്ചി എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ അമ്മ ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് കൃപാസന പത്രങ്ങൾ വീട് തോറും നടന്നു കൊടുക്കുന്നു, കാരുണ്യ പ്രവൃത്തികൾ. അതിനിടയ്ക്ക് അവിടെ ഒരു വൃദ്ധമന്ദിരമുണ്ട്, അവിടെ പോയി അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഈ മകൾ ചെയ്തത്. അപ്പോൾ നാം ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകരുത്, ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് വിശ്വസ്തരും സത്യസന്ധരുമാകുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന സാക്ഷ്യങ്ങളാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ